മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ മുബറാമമ്പിയ വന്നുള്ള നാട്ടിൽ നീ അന്നു പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാ നല്ലവരായ ഉമ്മമാർക്കും പെങ്ങൾമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കും ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും കുഞ്ഞാമ്മമാർക്കും മുത്തമ്മമാർക്കും അങ്ങനെ സകലമായ ആളുകൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂള് തുറന്നതുകൊണ്ട്, അതായത് തിങ്കളാഴ്ച സ്കൂൾ പെട്ടെന്ന് തുറന്നതുകൊണ്ട് മോട്ടിക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം ചോക്കോളെ എപ്പച്ചിന്റെ കൂടെ ഒന്നും ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരു ദിവസം കിട്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ പെരുന്നാളിന്റെ അന്ന് രാത്രി ഞാൻ ഓളെ കൊണ്ടാക്കി. പിന്നെ അന്ന് തന്നെ ഞങ്ങള് ഒരു ദിവസം ഞായറാഴ്ച പിറ്റേന്ന് ഞാൻ ഓളെ പോയി കൊണ്ടുവരികയുണ്ടായത്. സോക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ പള്ളിക്ക് ഇറച്ചി കിട്ടും. കാരണം ഇറച്ചിന്റെ ഒരു നുണച്ചിയാണ് ഗൈസ്. അപ്പോൾ ആ ഇറച്ചി എന്തെങ്കിലും കാട്ടിട്ട് ഒക്കെ കിട്ടണം, അല്ലെങ്കിൽ ഒരു മനസ്സൊക്കെ ഒരു ഉറക്കമൊക്കെ ഒരു സുഖം കിട്ടൂലോ. ആ ഉറങ്ങിയിട്ടില്ല, ആ ഇറച്ചി കിട്ടിയില്ല അല്ലെങ്കിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പള്ളിക്ക് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇവിടെ ഒറ്റ പള്ളിക്ക് തന്നെ നമുക്ക് ടോക്കൺ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പള്ളിക്ക് ചേർന്നിട്ടുള്ളൂ. തറവാട്ടിലാണെങ്കിൽ വെല്ലല്ലിക്കെന്ന് കിട്ടും, മുജാഹിദ് പള്ളിക്കെന്ന് കിട്ടും, സുന്നി പള്ളിക്കെന്ന് എല്ലോടുന്ന് കിട്ടും. ഇവിടെ ഈ ഏരിയയിൽ ഒരു പള്ളിക്ക് മാത്രം കിട്ടുള്ളൂ. അതിന് 2.5 കിലോ 3 കിലോ ഉണ്ടോന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന അപേക്ഷിച്ചും ഓളെ അപേക്ഷിച്ചും കുട്ടികളെ അപേക്ഷിച്ചും അത് ഞങ്ങൾക്ക് ഒരാഴ്ചക്കല്ലേ ഇറച്ചി ഉണ്ടാവുമല്ലേ. മോട്ടി കുറെ ഇറച്ചി ഉണ്ടോ? ഞങ്ങൾ വരുന്നാൾ ഉദയത്തിന്റെ ഇറച്ചി കറുപ്പിച്ച് വെച്ചിട്ടുണ്ട്, കറുപ്പിച്ചുണ്ട്. അങ്ങനെ ഉദയത്തിന്റെ ഇറച്ചി കിട്ടി. അപ്പൊ ഇനി കുറച്ച് കാലം അതേക്കാരം. പിന്നെ ഞാൻ ആദ്യം പാടിയ പാട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, മോട്ടി പറയും എന്തിനാ പാട്ട് ഞാൻ ആദ്യം പറയിടുത്തേ ഞാനത് പാടാൻ കാരണം എന്താ? അല്ലെങ്കിലോ അതാണല്ലോ ഈ പൊട്ടത്. വീഡിയോ 1 മിനിറ്റെങ്കിലും പോയി കിട്ടുള്ളൂ എഴുതിയിട്ടാണ്. ആ പാട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് അടിക്കണം. അതുപോലെ എല്ലാ വീഡിയോയിലും ഇതേമാതിരി പാട്ട് വേണമെന്നെങ്കിലും കമന്റ് അടിക്കണം. അപ്പൊ ഞാൻ പാട്ട് പാടി അല്ലാതെ അങ്ങനെ വെറുപ്പിക്കൊന്നുമില്ല, എനിക്കങ്ങനെ ഒരു ബോധമുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, മോളിട്ടി നല്ല അടിപൊളിയായിട്ട് എനിക്ക് ബീഫ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇമ്മ ഇൻഷാ അല്ലാഹ് ഒരു 1-2 ദിവസം കൊണ്ട് ഇമ്മയും ഉപ്പയും നമ്മളെ വീട്ടിലെത്തും, അല്ല താമസിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളോട് പെരുന്നാൾ കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മ ഉപ്പയും വരുന്നതിൽ നീ തൃപ്തിയാണോ? കണ്ടോ, പറയണില്ല ഗൈസ്. ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മക്കൾ വലിയവൾ എവിടെ പോയി? മോൾട്ടി ഗൈസ്. നിങ്ങൾ കരുതുണ്ടാകുമ്പോൾ വളരെ പാവാണ്. കാരണം നിങ്ങൾ വീഡിയോന്റെ മുന്നിൽ വന്നുകൊണ്ട് വളരെയധികം നൈസായിട്ട് വർത്താനം പറയുമ്പോൾ നിങ്ങളെ കണ്ണിൽ ഞാനെന്തോ ഭയങ്കര ഒരു എന്താ പറയുക മോരടൻ, അല്ലെങ്കിൽ എല്ലാം തുറന്നു വരണ പച്ചക്ക് വരുന്ന ആളല്ലേ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഗൈസ്. ക്യാമറന്റെ പിന്നിലെ ജീവിതം ഞങ്ങളത്. ഇവള് ഭയങ്കര സാധനമാണ് ഗൈസ്. ഞാൻ വളരെയധികം ഒരു പാവമാണ്. എന്താണ് ഇപ്പൊ കുറിച്ച്? എന്ത് ഇജ്ജ് ഭയങ്കര ദുഷ്ടയാണ്. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് പൈസ ഞങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് എന്താ ചെയ്യണ? ഇല്ല, ഇപ്പം ആ ചാക്കിലാക്കിയാണ്ട് അരമ്പുറത്താണ്ട് അട്ടിയാക്കലാണ്. കാരണം നമുക്ക് അതിന്റെ ആവശ്യങ്ങളില്ലല്ലോ ഗൈസ്. അള്ളാഹ് അർപ്പിച്ച് പിന്നെ ബോള് പണിക്ക് പോകത്തോണ്ട് സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ അവള് പുട്ടുണ്ടാക്കി, അത് കൊളായി ഗൈസ്. പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചു. അതിന് 82 റുപ്യ എനിക്ക് തരാണ്ടോള്. കാരണം അങ്ങനെയാണ് പുട്ടുണ്ടാക്കിയോളത്ത് പുട്ടിന് വെള്ളം എറിയിക്കണം. എന്നൊക്കെ മനുഷ്യന്മാർ പറയാൻ പറ്റുമോ ഗൈസ്? ഇതാണ് കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ എപ്പോഴും കുറച്ച് എന്താ പറയാ ബുദ്ധി തീവ്രതന്നെ കെട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ എന്താ പറയുക, ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്നും ഇവിടെ ഇരിക്കുമ്പോൾ വൃത്തിയായിട്ടാണ് മോട്ടിയ എനിക്ക് ഫീൽ ചെയ്യണത്. എന്നാലോ നല്ലൊരു ഇടങ്ങേറ് പോലെ ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ അടുത്തിരിക്കും മോട്ടിയ കൊണ്ടുവന്നിട്ട് കാര്യം സംസാരിക്കണ്ട. ബാ, എന്റെ കൈ ഒന്ന് കൊണ്ട് കേൾക്കൊണ്ട് തരുമോ? വാച്ച് ഊരാനൊരു മിനിറ്റ് പോകത്തെ. നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാരും പെങ്ങന്മാരും എല്ലാവരും എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ,
മോളിട്ടി പിന്നെയും ചോദിക്കുന്നുണ്ട് മോളിട്ടി ഗർഭിണിയാണോ ഞാൻ പറയുന്നു പിന്നെ ചോദിച്ചേ ഏസ് ഞാൻ കയ്യേക്ക് വരാം കേട്ടോ, അല്ലെങ്കിൽ എഴുതൂലേ കയ്യേക്കാതെ പോയി ചോറ് തന്നെ എഴുതൂലേ, ഒന്ന് കയ്യേക്കിട്ട് പോരാ. കയ്യേക്കോളം എനിക്ക് വേണ്ടി കാത്തിരുന്ന എൻ്റെ എല്ലാ നല്ല മാന്യവരായ ഉമ്മമാർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ബ്ലോഗിന്റെ വിഷയങ്ങളിലേക്ക് കിടക്കട്ടെ. ദേരിക്കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ദേരിക്കുട്ടി ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ദേനിക്കുട്ടിന്റെ അത്ര ആക്റ്റീവ് അല്ല. ശ്രീമതി മോൾട്ടി ഇവിടെ ഒന്ന് ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സിറ്റ് ചെയ്യാം. ഭർത്താക്കന്മാർ പറഞ്ഞത് കേൾക്കുന്ന ഭാര്യമാരാണ് ജീവിതത്തിൽ കഴിച്ചിലായിട്ടുള്ളത്. നിന്റെ തേക്കൊന്നും ഇരിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്റെ ഭാര്യ കഴിഞ്ഞാൽ അത് എന്റെ കൂടെ ഇരിക്കേണ്ട പെണ്ണാണ്, അല്ലാതെ വിട്ടു വെച്ചിട്ടുണ്ടാവില്ല. ഏത് ഗൈസ് എന്നും ഉണ്ടാവും ഒരു പരിപ്പും കറി. ഇതാ കറി പരിപ്പ്. ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് കറി ഉണ്ടാക്കുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ മാത്രമേ കറി കൂട്ടുള്ളൂ. പിന്നെ പയറും ഉണ്ടാവും, നല്ല ഇറച്ചിയുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സലാഡും കഴിക്കും. ഏത് ഗൈസ് നിങ്ങൾ ഒരു കമന്റ് അടിക്കണം. നിങ്ങൾ ഇവളിൽ കണ്ട ക്വാളിറ്റി എന്താണ്, ഇന്ത്യയിൽ കണ്ട ക്വാളിറ്റി എന്താണ് നിങ്ങൾ മനസ്സിലാക്കി തരണം. കാരണം നമുക്ക് അതെന്താ വെച്ചാൽ ഇപ്പൊ എന്നോട് ഒരാൾ പറയാണ് എനിക്ക് നല്ല നല്ല പിന്നെ നല്ലൊരു സുന്ദരിയാണ് പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യത്തിൽ നോക്കും. എന്നെ പറ്റി നല്ല കമന്റ് അടിക്കേണ്ട രീതിയിൽ പിന്നോട് പറയാണ് എൻ്റെ തൊള്ള കുറച്ച് കൂടുതലാണ് പറയുന്നത്. ആൾക്കാർ പറയലുണ്ട് ചില ആൾക്കാർ എന്തൊരു തൊള്ളേങ്ങായിട്ടൊക്കെ പറയുന്നത്. അതായത് കമ്പനി വൈസ് ആണ്. അത് കമ്പനി വൈസ് പറയുന്നതാണ്. പക്ഷെ അത് എന്താ വെച്ചാൽ എല്ലാവരും അതിൻ്റെ തൊള്ള ഭയങ്കര രസമുള്ള തൊള്ളയാണ്. എനിക്കറിയില്ല കേട്ടോ, ചിലർ ഇങ്ങനെ പറയലുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കും കൂടുതൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ദ ഫാക്ട് ഓഫ് ദ തിങ്സ് വി ഹാവ് ഡൂയിങ് ദിസ് എന്താ പറയുക ദിസ് ഹോം യുനോ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, കാര്യത്തിൽ അറിയില്ല സത്യത്തിൽ. ഞാൻ മീറ്റിങ്ങിന് പോയിട്ടോ, അപ്പോൾ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ട് ഫുഡ് മുന്നിൽ എടുക്കേണ്ട വർത്താനം പറയരുത് കുട്ടികളുണ്ടാകുമ്പോൾ. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഫുഡൊന്ന് ഹോൾഡ് ചെയ്യണത്. അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ചേർത്ത് എന്തിനാ അറിയുന്നത്, നമ്മൾ വളർന്ന പോലെ ജോലിയും കഷ്ടപ്പെട്ട് എന്താ പറയുക കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് വളർന്നോട്ടേ എന്ന് ചെയ്തിട്ടാണ്. പക്ഷെ എനിക്ക് തല ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്കൂൾ പഠിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്ക് എന്താ മട്ടോ എന്താ സത്യത്തിൽ അറിയില്ലല്ലോ. But I can speak English at any cost and any language, you know, Hindi, Arabic, Tamil, and you know, smart. അടുത്ത വിഷയത്തിലേക്ക് വെച്ചാൽ ഈ വിഷയമല്ല ഞാൻ ഉണ്ടാക്കണം. കാരണം ഞങ്ങൾ വീഡിയോ സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ല. കാരണം എന്താ വെച്ചാൽ ക്യാമറ ഓൺ ആക്കിയിട്ട് മനസ്സ് തോന്നുന്ന തൊള്ളി തോന്നുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് വേണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ കണ്ട് തുടർന്ന് പോലെ മെയിൻ കാരണം എന്താ പറയുന്നത്, ഒരു സുപ്രഭാതത്തിലാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയതും വിജയിച്ചതുമല്ല ഒരു നോർമൽ വ്യൂ വരുന്നുള്ളൂ. 1000 ചിലപ്പോൾ 1K വ്യൂ വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ തളരരുത്. കാരണം 1K എന്നടിച്ച നാളെ 1.5K കിട്ടും, പിന്നെ 2 കിട്ടും, 2 കിട്ടും, 3 കിട്ടും, 3.5 കിട്ടും. അങ്ങനെ 10 കിട്ടിയ വീഡിയോ ഉണ്ട്, 100 കിട്ടിയ വീഡിയോ ഉണ്ട്, 200 കിട്ടിയ വീഡിയോ ഉണ്ട്, 300 ആകാല വീഡിയോ ഉണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് തുറന്നു പോകുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ കാലം കഴിഞ്ഞാലും മോട്ടിക്ക് ജീവിക്കണ്ടേ ഗൈസ്. അതിനാ എനിക്കൊന്നുമില്ല ഗൈസ്, ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇതിന് വേണ്ട എന്താ വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ് ആദ്യം വേണം. അല്ലെങ്കിൽ ഇവിടെ നല്ല വർത്തമാനം പാട് തുടർന്നാണ്ട് പറയും അല്ലാതെ എന്നിട്ട് വർത്താനം പറയും. എനിക്ക് ഇന്ന് എന്തോണ്ട ഇഷ്ടം പറയും. ഇനി എന്ത് കണ്ടെങ്കിൽ മയങ്ങിയത് ഓളെ ബുദ്ധിയില്ലായ്മ കണ്ടത് ഞങ്ങൾ മയങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മള് എനിക്ക് എന്തൊരു ആഗ്രഹം ഇവിടെ എന്തൊരു പണിക്ക് പോയിട്ട് എന്തെങ്കിലും 10 രൂപ കൈ കൊടുക്കുന്നതെന്നുള്ളത്. കാരണം അത് എനിക്ക് മനസ്സിൽ കുത്താലാണ്. അല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാത്തിനും എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിക്കണം, നോക്കി എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തരി, അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ കേസ് മാറ്റി തരി, അല്ലെങ്കിൽ എനിക്കൊരു ഡയറി മിൽക്ക് രാത്രി വരുമ്പോൾ കൊണ്ടുവരി. അതൊക്കെ ഇവിടെ പറയുമ്പോൾ ഇവിടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ പറയണത്. അപ്പോൾ എനിക്കൊരു കുറ്റബോധമാണ്. അപ്പം ഇവളായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താണ് ഇത് പറയാല് അജി പറയാ എന്നാലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എന്താ വെച്ചാല് കുട്ടികൾ 2 നമുക്ക് ഇവിടെ വളർന്നു വരുന്നത്. അപ്പം ഓരോ കാര്യം ഒന്ന് നോക്കണം അല്ലേ, വേണോ. അപ്പൊ എന്താ വെച്ചാല് ഓക്ക് പഠിച്ചാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നടക്കും എന്നാണെന്ന് താഴത്തെ കമന്റ് അടിക്കണം. അതെന്താ വെച്ചാൽ ഞാൻ പറയാൻ വെച്ചാൽ എനിക്ക് പഠിക്കാൻ പോകാൻ നല്ല താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. പിന്നെ സ്കൂൾ കഴിഞ്ഞപ്പോൾ സമയത്ത് കോളേജും കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, കോളേജും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോണത്. അപ്പം കോളേജിൽ പ്ലേസ്മെന്റ് കിട്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ അവിടെ അബുദാബിയിലെ ജോലി കയറിയത്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ത് പഠിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
ഇപ്പം എനിക്ക് സത്യത്തിൽ ടീച്ചിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. ടീച്ചിങ് കുട്ടികളെ ചെറിയ ഈ പ്രീ പ്രൈമറി PG ചെയ്താൽ മതി. ഞാൻ ഈ വയസ്സാം കാലത്തിന് പോയി കഴിഞ്ഞാൽ മോശമാണോ ഗൈസ്? അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ കൊടുക്കും. കാരണം ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെൺകുട്ടികൾ നോക്കി ലൈൻ അടിച്ച് ഞങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ? ഇല്ല. അല്ലെങ്കിൽ ഇന്ന് കുട്ടി പ്രേമിച്ച കുട്ടി അപ്പൊ എന്റെ റിയാക്ഷൻ കാരണം എനിക്കല്ല എനിക്ക് എത്തുന്ന ഒപ്പം വരുന്നതാണ് പ്രേമിക്കാറുണ്ടൊക്കെ ഞാൻ ചെയ്യലുണ്ടോ? ഇതുണ്ടല്ലോ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നതൊക്കെ കുട്ടികളെ ഇഷ്ടമാണ്. അത് കുട്ടികളാണ്. ചില ആണ് ഇന്ന ഇഷ്ടം വരുന്നുണ്ട്. അതങ്ങനെയാണ്. എങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വേറൊരു പെണ്ണിൽ സ്നേഹം മറത്തിങ് വന്ന് എനിക്കറിയാം എന്താ പറയണത് ഗൈസ്. പക്ഷെ എനിക്കും അറിയില്ലട്ടെ ഗൈസ്. ഓക്കിപ്പോ ഫോളോവേഴ്സ് കുറച്ച് കൂടുണ്ട്. ആദ്യം ഇന്ന് ഞാൻ ഈ കുന്നുമ്പോ ഇപ്പൊ കരിയറിന്റെ അടുത്ത് അറിയാം അതേമാതിരിയാണ്. ഇന്ത്യയിൽ ഒരു 10 ഫോളോവർ ഓക്കും കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണ് അതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ഒന്ന് കുത്തി കാണണം ഗൈസ്. കാരണം ഞങ്ങളുടെ പച്ചയായ ജീവിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വന്നിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മോൾട്ടിക്ക് ഒരു വരുമാന മാർഗം വേണം എന്നുള്ളിടത്താണ്. മോൾട്ടിക്ക് നല്ല സകലമാന വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇപ്പം എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ട്. ഉമ്മ അടിച്ച് പറയാല്ല എന്താ വെച്ചാൽ ഒരു പണിക്ക് പോകണം. നിങ്ങളൊപ്പം എല്ലാവരും കുടുംബശ്രീന്റെ പണിക്ക് പോകുന്നുണ്ട്, റോഡ് ക്ലീനാക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മയ്യന്നാണി മുമ്പിൽ ഫാക്ടറിയിൽ അടിച്ചർ പാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒന്നിനും പോണം എന്ന് പറയാല്ലാതെ പോണെന്ന് പറഞ്ഞാൽ അവർ പോകൂല. ഇരുന്ന് മൂന്നിങ്ങി ചേരായിരിക്കും എല്ലാവർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരും വിചാരം പണിക്കൂടെ ഭയങ്കര സുഖാന്തരാണ്. എത്ര കാലം കുടുംബത്തിൽ ആണുങ്ങൾ പണിക്കുകൊണ്ട് ഓലെന്താ പെണ്ണുങ്ങളും പോകുന്നുണ്ട്. പെണ്ണുങ്ങൾ പോകുന്ന എന്റെ ഇവിടെ പട്ടിണിയാണെങ്കിൽ ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയല്ല പട്ടിയാണെങ്കിലേ പെണ്ണുങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂന്നില്ല. കുട്ടികള് പണിക്കൊണ്ട് ജോലി എടുക്കുന്നുണ്ട് പട്ടിണിയായിട്ട് അല്ല ഞാൻ പറയാം. കാരണം എന്താ വെച്ചാല് കാരണം നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയമല്ല. ഇപ്പൊ ഒരു യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാല് കാര്യത്തിൽ ഒപ്പിട്ടിട്ടില്ല ഇല്ല ഇനി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം. പ്രശ്നം നല്ലതാണ്. അപ്പം വെള്ളം കിട്ടിയില്ല കുടിച്ചാണ് പോയെടുത്ത് കുടിച്ചോളിയാ. അപ്പൊ ശരിയാണ് എനിക്ക് പോയിട്ട് കുടിക്കാം. അതാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. നമ്മളെല്ലാത്തിനും ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കരുത് കഴിച്ച്. ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. നമ്മൾ ചോറെടുത്ത് തിന്നുക, നമ്മൾ പാത്രം മൂടി വെക്കുക. അതൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. പാത്രമൊക്കെ മൂരക്കോട് വാങ്ങി തന്നാൽ മതി. ഇത് വാങ്ങി തരല് നടക്കൂല. പിന്നെ ഞാൻ നല്ലോണം ഭാര്യയെ സഹായിക്കുന്ന ഒരു ഭർത്താവാണ് കഴിച്ച്. ഞാൻ അവിടെ തുടക്കലുണ്ട്, അടിച്ചോരലുണ്ട്, തിരുമ്പലുണ്ട്, വാഷിംഗ് മെഷീൻ തിരുമ്പല്, ഡ്രസ്സൊക്കെ. എന്റെ വെള്ള ഷർട്ടോടെ ടീഷർട്ട് എത്ര ഡ്രസ് കൊണ്ട് കളഞ്ഞ ഹാങ്കറിലാണ്. ഞങ്ങളെ ഒരു കാര്യം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവള് തിരുമ്പാൻ കൊണ്ടുപോകും എന്റെ ഡ്രസ്സ്, ഇത് വാഷിംഗ് മെഷീനിലിടും, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോയി തോരടും. അപ്പൊ ഡ്രസ്സ് ചുളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അത് ഇസ്തിരിടാൻ പറഞ്ഞാൽ പറയും നിങ്ങൾക്ക് എന്താ ഇസ്തിരിട്ട് ആലോചിച്ചു. അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ്? ഞങ്ങൾക്ക് എന്റെ കലാപ്രശ്നം എന്താണ് പറയും. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ സത്യത്തിൽ ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ അത് 100 രൂപയാണ് തൊടില്ല. ഇപ്പൊ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല. കാരണം വെച്ചാൽ യൂട്യൂബ് വീഡിയോ പ്രോപ്പറായിട്ട് പൈസ കിട്ടില്ല. യൂട്യൂബിൽ നിന്ന് വെറുതെ തരില്ല. ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് കരുതിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിന് മൊത്തം പൈസ മൂട്ടി കൊടുക്കുക, എന്നിട്ട് മൂട്ടി കുടുംബം നടത്തട്ടെ. അധ്വാനിച്ചിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് കുടുംബം നടത്തട്ടെ. ഏത് ഈ കുട്ടികളെ നോക്കൂല ഇടക്കിടക്ക് ഇവിടെ പറയണ്ട ഗൈസ്. കുട്ടികളെ രാത്രി ആരാ മൂത്രയിപ്പിച്ചല്ലോ കടക്കണിന്റെ മുന്നായിട്ട് രണ്ടാളെയും കൊണ്ട് കുളിപ്പിച്ചിട്ട് മൂത്രയിപ്പിച്ചിട്ട് അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞ അതേമാതിരി അല്ല ഗൈസ്. ഞാൻ നല്ലോണം കുടുംബം നോക്കുന്ന ഭർത്താവാണ്. ഞാൻ കുടുംബം നോക്കലേ കയറിയിട്ടാണ് ഗൈസ്. ഞാൻ പെരുന്നാൾക്ക് ടൂർ പോലും പോയിട്ടാറ് നിങ്ങൾക്ക് ആര് ഓള് പോവല്ലേ നിനക്ക് അറിയണ്ടല്ലോ. കാരണം എന്താ വെച്ചാല് ഓക്ക് വേണമെങ്കിൽ പോകായിരുന്നു കേട്ടോ. കാരണം എന്റെ ഇപ്പൊ ഉണ്ടല്ലോ ഇവിടെ ചോറ് തിളപ്പിച്ചിട്ട് സംശയമുണ്ട്. ഈ അരി അപ്പം കല്ലിപ്പള്ളി അരി കേട്ടോ റേഷൻ പിടിച്ചത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വിസ്മയോ സംസാരിക്കരുത്. പക്ഷെ നല്ല അടച്ചിട്ടോ. ഞാൻ ഇവിടെ പുകയ്ക്ക് പറയുക ഇവിടെ ഉണ്ടാക്കിയ ഇറച്ചിയ ഡ്രസ് എനിക്ക് ഇഷ്ടമായത് എന്നിട്ട് മുഹമ്മദ് ഞാൻ സ്വർണ്ണം കാട്ടി കൊടുക്ക്, പുതിയ വാങ്ങി കഴിച്ച് വാങ്ങി കൊടുക്ക്.
രണ്ടു ഏത് രണ്ട് തേച്ചുണ്ട് രണ്ട് പവനും 1/2 ഗ്രാമോ അത് ശരിക്കും കടി കൊടുക്കുന്നു അതായത് കാണുള്ളൂ കടി കൊടുക്കും നിങ്ങൾ ഇതൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് ഗൈസ് ഇങ്ങനെ കാട്ടുന്നുണ്ട് 100 ഉറുപ്പിക ഗൈസ് 2.5 ഗ്രാമിന്. എല്ലാവരും വിചാരം നമ്മൾ ഭയങ്കര പൈസക്കാരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട മെയിൻ ക്വാളിറ്റി എന്താ ഞങ്ങൾ കാണുന്നവർ കരുതും നമ്മൾ ഭയങ്കര ലക്ഷറി ലൈഫാണ്. ഞങ്ങൾക്ക് അനാവശ്യമായിട്ടൊരു ചെലവില്ല ഗൈസ്. അതായത് ഇവിടെ കറക്റ്റ് ചെലവ് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫുഡ് അതിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടും, പച്ചക്കറികൾ, ഈ ഇറച്ചി മീൻ വളരെ റയറാണ് നമ്മൾ വാങ്ങല്. ഇതിപ്പം പെരുന്നാൾ കിട്ടിയോണ്ടല്ല വാങ്ങിയാണ്. വെള്ളിയാഴ്ച വാങ്ങിയിട്ടോ ഒറ്റ കരക്ക് വരുന്ന മുടങ്ങി വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ ഗ്യാസ് കൂട്ടി തീരുന്നെങ്കിൽ ഞങ്ങൾക്ക് 4 മാസം കാണും അല്ലെങ്കിൽ 3 മാസം കാണും. അപ്പം പിന്നെന്താണ് ഞങ്ങൾക്ക് എൻ്റെ ബൈക്കിൻ്റെ പെട്രോള് ഇവർക്ക് തിന്നാലെ സാധനം ഒരു 10-15-20 ഉറുപ്പിനുള്ളിലുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂൾ ഫീസും ഒക്കെ കഴിഞ്ഞ് സുന്ദരമായിട്ട് പോകാം. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ചിലപ്പം ഗൾഫിലേക്ക് ചിലപ്പോൾ പോകും ചില സാങ്കേതിക കാരണങ്ങളാൽ. സമാധാനമാണ് ഗൈസ് ഇവിടെ. കാരണം എവിടെയും പോയി ഗൈസ് ഇതൊക്കെ ഒരു ഇവിടെ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇവിടെ പുറത്ത് പോണ സമയത്ത് അന്നിപ്പോ എന്തിനാ വിളിച്ചെന്നെ നിങ്ങൾ തന്നെ പറയണ്ടേ ഗൈസ്? ഇത് നിങ്ങൾ മറുപടി പറഞ്ഞു. മിഞ്ഞാന്ന് ധനിക്കുട്ടിനെ നമ്മൾ ബാലവാടി കൊണ്ടാക്കി. കുട്ടിക്ക് അവിടുന്ന് പനിച്ച്. ഈ കുട്ടിക്ക് പനിക്കണത് സ്വാഭാവികമാണ്. അത് എനിക്കറിയില്ല. ഞാൻ ഓട് ഒരിക്കലും ഞാൻ കൊണ്ടാക്കിയാണ്. ഞാൻ എന്താ ഇതിന്റെ വേറെ 2 ആവശ്യങ്ങൾക്ക് വേണ്ടി വടവറൊക്കെ പോയി ഡ്രസ് എടുക്കാനല്ലാത്ത പോയത്. തിരിച്ചു ഡ്രസ് എടുത്ത്. അപ്പം കുട്ടീനെ ടീച്ചർ ബാലവാടിന്ന് വിളിച്ചിരിക്കുന്നു. എന്തിന്? കുട്ടി ഇങ്ങനെ പനിക്കുന്നുണ്ട്. ഇവള് അപ്പോ കൊണ്ടുപോയി. ഇതാണോ അതിന്റെ ശരിയായ നിലപാട്? ഇവിടുന്ന് ബാലവാടിക്ക് ഒരു 250 മീറ്റർ ഉള്ളൂ. ഓക്കും കുട്ടിക്കും നടന്നു പോയി കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇപ്പാനെ വിളിക്കാം, അല്ലെങ്കിൽ ബാബുവിനെ വിളിക്കാം. ഓപ്ഷൻസ് ഉണ്ട്. ആ പറയും 11:30 മണിക്കാണ് ടീച്ചർ വിളിച്ചത്. പെരും വേറെ ഉണ്ട് ഇവിടെ സ്കൂളില്ല. പിന്നെ വെയില് വണ്ടിമ്മനാണ് പോണ. ഞാൻ നടന്നാണ് വണ്ടിമ്മ ഇങ്ങനെ വരുമ്പോ മുകളിൽ താർപ്പായി ഒരു കേസിലുള്ളൂ. വണ്ടി പോകുമ്പോ നടന്ന് കാണാൻ പഞ്ചനെ കുട്ടിനെ കൊണ്ട് തിരിച്ച് പിന്നെ നടന്ന് വരണ്ടേ. ഞാൻ ഒരു കയ്യിലൊരു കുട്ടി, ഒരു തോളത്തൊരു കുട്ടി. അതൊക്കെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം എന്റെ പോലത്തെ ഒരുപാട് കുട്ടികൾ കൂടെ ജീവിക്കുന്നുണ്ട്. നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിക്കണത്. ആ ഇല്ലാത്തവരങ്ങനെ പോകും, ഉള്ളവര് അങ്ങനെയല്ല. അപ്പൊ ഇതിന്റെ പണിക്കോണം നമുക്ക് ഇപ്പൊ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്താ പണിക്കോണം പോകണം പോലെ എന്തിനാ? അത് എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചാൽ ചെലവാക്കാൻ പൈസ അജുവാണെങ്കിൽ തെറ്റി പിരിഞ്ഞാൽ വേറെ വീട്ടിൽ തുടങ്ങിക്കോ. എനിക്കാണെങ്കിൽ 1000 പോയി വീട്ടിൽ പൈസ ഉണ്ടാക്കിക്കോ. ഞാൻ പറഞ്ഞത് വരുമാന മാർഗം ഇതൊക്കെ നമുക്ക് മാന്യമായ വരുമാനം ഉണ്ടാക്കണതാണോ? യൂട്യൂബ് കൂടെ ഉണ്ടാക്കണേ കിട്ടുന്ന ഇടയ്ക്ക് 8000 അല്ല 8000 പെട്ടില്ലേ? ഇപ്പൊ കിട്ടിയ 5-6 മാസമായി ഉണ്ടാവും. സത്യാവസ്ഥയാണ്. എല്ലാവരും ചില നമുക്ക് മാസം ഇങ്ങനെ കൊട്ടണക്കിന് കൊടുക്കുന്നതാണ്. ഏകദേശം ഒരു 6-7 മാസമായി ഉണ്ടാവും. കിട്ടിയില്ല. അപ്പൊ ഈ പറഞ്ഞു എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ആനക്കുട്ടി കിട്ടുക ഗൈസ്. ചില ആൾക്കാർക്ക് ഭയങ്കര അത് യൂട്യൂബ് എന്താ നമ്മൾ ചതിക്കുന്നത്? നമ്മളെ പഴയ ആൾക്കാരൊന്നും കാണാനല്ല. ആര് പോയാലും ഞങ്ങളെ വിട്ടുവരാത്ത കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളെ അമ്മമാര് ഞങ്ങളെ പേരെടുത്ത് പറയണില്ലെങ്കിൽ കാരണം സ്ഥിരം വീഡിയോ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാവുന്ന നമ്മൾ ഇങ്ങനെ പിടിച്ചൊന്ന് പോണത് ഈ യൂട്യൂബിൽ. അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് കാണുക. കുട്ടി ഇപ്പോൾ പണ്ടത്തെ മരില്ല ഭയങ്കര വർത്തമാനം പറയാൻ വേഗം പെണ്ണ് എന്താണ് എന്നാലും അങ്ങനെ ഉണ്ടാവുമോ? കൊണ്ടുപോലേ? ആ സംഭവം. ഇപ്പൊ ധനിക്കുട്ടിയോ? ഇന്ത്യ അഞ്ചുമാട്ടും തീർക്കണല്ലേ? അതായത് ആരും ഇന്ന മരുന്ന് വളവാറായിരുന്നു. ധനിന്റെ വർത്താൻ രസം കേൾക്കാൻ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇതൊക്കെ നല്ലതാണ്. വലിയ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ ഗൈസ് അങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ല രസമുള്ള ഫുഡാണ് ഗൈസ്. നമ്മൾ ഇരുത്തി പറയട്ടെ ഗൈസ്. അപ്പോൾ നല്ല കുട്ടിയാണ്. അപ്പോൾ എല്ലാ അടുത്ത വ്ളോഗ് കാണാം. ബൈ ബൈ.
നോക്കട്ടെ ഓഫാക്കി എന്തിനാ നോക്കാം 20 മിനിറ്റ് ഇപ്പൊ ഔട്ടോ അതിനെന്താ ഇപ്പൊ പോടി 3 സെക്കൻഡ് അതിന് നാളെ